വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിതഗൃഹം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ നേന്ത്രവാഴയിൽ പിണ്ടിപ്പുഴു കയറിയിട്ട് കണ്ട നശിഞ്ഞെടുക്കുന്നുണ്ട്. ഇതുണ്ട് ഇതൊക്കെ നോക്കിയേ, അല്ല ഇത് പുഴു തുളച്ച് കയറിയേക്കുന്നതാണ്. അതാണ് എടുത്തേക്കുന്നത്. മൊത്തം നശിപ്പിച്ച് വെച്ചേക്കുന്നത്. ഇതേപോലെ ഒരു കറുത്ത പാട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കറുത്ത പാട് നമ്മൾ കാണുമ്പോൾ ഒന്നല്ലെങ്കിൽ ഉപ്പ്, ചെറിയ തുള കാണുമ്പോൾ തന്നെ നമ്മൾ കല്ലുപ്പ് അവിടെ ഇങ്ങനെ തിരികെ വെച്ച് കൊടുക്കണം. അങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ചെറിയ തുള കാണുമ്പോൾ തന്നെ അതിൽ നിന്ന് ഇങ്ങനെ പശ പോലത്തെ ഒരു വെള്ളം ഒക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അതിൽ വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഈ വാഴ നട്ട് ചെറുതിലേ തന്നെ വാഴ ഒരേ കൈ വരില്ലേ, ആ കൈയിലേക്ക് നമ്മുടെ 501 ബാർ സോപ്പിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, അതായത് വെളുത്തുള്ളിയും വേപ്പെണ്ണയും സോപ്പും കൂടെ കലർത്തിയത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതേപോലെ നേന്ത്രവാഴ ഇതേപോലെ പിണ്ടിപ്പുഴു 3 പുഴുവിനോട് കൊന്നിട്ടുണ്ട്. ആദ്യം ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ട് മറ്റേ നമ്മുടെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തെളിച്ച് കൊടുത്തിട്ട് എനിക്ക് നല്ല വലിയൊരു കൊലയാണ് കിട്ടിയത്. പ്രാവശ്യം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞാൻ കൊച്ചിന് ചേട്ടന് പാടില്ലായിരുന്നു, ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട്. അതാണ് നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഈ വാഴ കൊലക്കാരായിരുന്നു. മൊത്തം ഇത് സാധാരണ നമ്മൾ എങ്ങനെ പറയാം, ഇത് കൊലച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ വെയിറ്റ് കൊണ്ട് വീണ് പോകുന്നത്. കുറച്ച് ആദ്യം ഞാൻ വാഴ നട്ടപ്പോൾ ഒരൊറ്റ വാഴയായിട്ടാണ് നട്ടത്. അത് കൊലച്ചിട്ട് കുറേ കണ്ണുകളുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി നടാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുമ്പോൾ ഈ പ്രാണി വന്ന് മുട്ടയിടാനായിട്ട് സാധ്യത കൂടുതലാണ്. അതിന് നമ്മൾ ഇടവരുത്തരുത്. ഇതിപ്പോൾ ഒറ്റയായിട്ട് നിൽക്കണമെങ്കിലും ഇതിൻ്റെ ഇലകൾ നമ്മൾ വെട്ടി, ഉണങ്ങി വരുന്ന ഇലകളൊക്കെ വെട്ടി വെടുപ്പാക്കിയൊക്കെ കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ പിണ്ടിപ്പുഴു വന്ന് മുട്ടയിട്ട് നമ്മുടെ നേന്ത്രവാഴ നശിപ്പിച്ചുള്ളത്. ഇതിൻ്റെ അത് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല. കാണിച്ചു തരാം. കണ്ട, ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ ആള്. കണ്ട, ഈ കൊമ്പ് കണ്ട, ഈ കൊമ്പ് കൊണ്ടാണ് അവർ കുത്തി തുളച്ചുള്ളിലേക്ക് കിടക്കുന്നത്. എന്നിട്ട് മുട്ടയിടും. കണ്ട, ഈ കൊമ്പ് എന്നിട്ട് അതിനകത്ത് മുട്ടയിട്ട് കുഞ്ഞു മുട്ട വിരിഞ്ഞ് തേണ്ട ഈ പുഴുക്കൾ ഉണ്ട്. 3 പുഴുക്കൾ. പിന്നെ കൊന്നു കളഞ്ഞിട്ടില്ലെങ്കിലേ അത് വേറെ വാഴയിലും കയറി നോക്കിയതൊക്കെ തിന്ന് നശിപ്പിച്ചേക്കുന്നു. വാഴ മൊത്തത്തിൽ കൊലക്കാരായ വാഴയാണ്. അപ്പം നമ്മളിത് ഇങ്ങനെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. വാഴ നടുമ്പോൾ ഒറ്റയ്ക്ക് വരണം. പിന്നെ വാഴ നട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇഷ്ടംപോലെ കണ്ണുകൾ വരുമല്ലോ. അപ്പോൾ ആ കണ്ണുകളൊന്നല്ലെങ്കിൽ വെട്ടിക്കളയുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് പറിച്ച് മാറ്റി നട്ടു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ പിണ്ടിപ്പുഴു വന്ന് കുത്തി നശിപ്പിച്ച് കളയും. നമുക്ക് ഒരു കൊല നമുക്ക് നഷ്ടമായി. അല്ലെങ്കിൽ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു വഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വേപ്പിൻ്റെ വെളുത്തുള്ളി മിശ്രിതം ചെറിയ തൈയായിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 ആഴ്ച എത്തുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിൽ അത് തന്നെ ആഴ്ചയില അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം അങ്ങനെയൊക്കെ തെളിച്ചു കൊടുത്താൽ ഇതിലേക്ക് വരൂല ഈ പ്രാണി. അപ്പോൾ നമുക്ക് രക്ഷപ്പെട്ടു കിട്ടാം. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ കൃഷിയായിട്ടില്ലെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഓരോ വാഴകൾ നമ്മൾ നടുമ്പോൾ ഇതേപോലെ
നശിഞ്ഞു പോയാലുള്ള അവസ്ഥ നമുക്ക് എന്തോരം ഇതായിട്ടാണ് ഇത്രയും വലുതാക്കി നമ്മൾ കഷ്ടപ്പാടായത്. അപ്പോൾ അത് നമുക്ക് വാഴ നഷ്ടപ്പെടാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്നത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഒരു ലൈക്കും ചെയ്തേക്കുന്നുണ്ട്. ഇത് 3 മുഴുവനാണ് നമുക്ക് കിട്ടിയത്. ഉണ്ടാവും, ഇതിൽ കൂടുതലുണ്ടാവും. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ